ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യം ഈശ്വര പ്രാർത്ഥന. ഹൃദയരാഗതന്ത്രമേട്ടേ സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം. ആ പ്രാർത്ഥനയോടെ ക്യാമ്പസ് ന്യൂസിന്റെ പ്രവേശനോത്സവ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക്. ആദ്യം നമ്മുടെ വെൽക്കം ക്വിസിലേക്കാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അറിയുമോ? ഞാൻ ഇവിടെ ഇരുന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ട് ആസ് യൂഷ്വൽ ക്വിസ് മാസ്റ്ററായ ഞാൻ തന്നെ ഉത്തരം പറയാം. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനമാണ്, അതുപോലെ ലോക സമുദ്ര ദിനവുമാണ്. ബ്രെയിൻ ട്യൂമറിനെ കുറിച്ച് അവബോധമുണ്ടാക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. അതുപോലെ മുത്തും കക്കയും ചിപ്പിയും മത്സ്യസമ്പത്തും ഉൾപ്പെടെ നിരവധി വിസ്മയങ്ങൾ ഒളിപ്പിച്ച കടലമ്മയെ മലിനീകരണത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ഉദ്ദേശമാണ് ലോക സമുദ്ര ദിനാചരണത്തിന് പിന്നിൽ. ചിരിയും കരച്ചിലും കളിച്ചിരികളും കലവിലകളുമായുള്ള ബാക്ക് ടു ക്യാമ്പസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക്. പറഞ്ഞു ടൈം പോയി. ലെറ്റ്സ് മൂവ് ഓൺ ടു ഹെഡ്ലൈൻസ്. തലക്കെട്ടുകൾ. നീറ്റ് PG പരീക്ഷ ഓഗസ്റ്റ് 3 നടത്താൻ ബോർഡ് ഓഫ് എക്സാമിനേഷന് സുപ്രീം കോടതിയുടെ അനുമതി. NBA അപേക്ഷ ആത്മാർത്ഥമെന്ന് ബോധ്യപ്പെട്ടെന്ന് കോടതി. ഇനി കൂടുതൽ സമയം നൽകില്ലെന്ന് മുന്നറിയിപ്പ്. സമയം നീട്ടി നൽകാൻ ആവശ്യമുണ്ടായത് പരീക്ഷ ഒറ്റ ഷിഫ്റ്റിൽ നടത്തണമെന്ന കോടതി നിർദ്ദേശത്തെ തുടർന്ന്. ലിംഗനീതി ഉറപ്പാക്കാൻ അടിമുടി മാറ്റവുമായി പാഠപുസ്തകങ്ങൾ. ഉള്ളടക്കത്തിലും ഭാഷയിലും വരയിലുമെല്ലാം അവനൊപ്പം അവളെയും മറ്റ് ലിംഗവിഭാഗങ്ങളെയും ഉൾച്ചേർത്തു. മാറ്റം 2, 4, 6, 8, 10 ക്ലാസുകളിലെ പുസ്തകങ്ങളിൽ. തമിഴ്നാട് മെഡിക്കൽ പ്രവേശനത്തിന് അപേക്ഷിക്കാം. ആദ്യഘട്ടത്തിൽ അപേക്ഷ നൽകാനാകുന്നത് സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്ക്. സൂക്ഷ്മ പരിശോധന ഉറപ്പാക്കാൻ പ്രവേശന നടപടികൾ വേഗത്തിലാക്കും. ആദ്യമായി സ്കൂളിലെത്തിയവരുടെ ലോകത്തേക്ക് പോയാലോ? നമ്മുടെ പ്രവേശനോത്സവ ആൽബത്തിലേക്ക്. അച്ഛന്റെയും അമ്മയുടെയും കൈപിടിച്ച് ആദ്യമായി ഒരു പരിചയവുമില്ലാത്തൊരിടത്തേക്ക്. ചിലരുടെ കണ്ണുകളിൽ അത്ഭുതം, ചിലർക്ക് കൗതുകം. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരോട് പരിചയപ്പെടാൻ ഒരു ശ്രമം. അപ്പോഴാണ് ചാനൽ ക്യാമറ കണ്ടത്. കൂടെ ഇരിക്കുന്നയാളോട് പോസ് ചെയ്യാൻ പ്രേരിപ്പിച്ചൊരു തോണ്ടൽ. മറ്റൊരാളാകട്ടെ ഇതിലൊന്നും ഒരു താല്പര്യവുമില്ലെന്ന മട്ടിൽ ഡെസ്കിൽ തല ചായ്ച്ച് കിടക്കുന്നു. അടുത്തിടെയാണ് ഈ വീഡിയോ കണ്ടത്. കരച്ചിലിന്റെ അകമ്പടിയോടെ സ്കൂളിലെത്തുന്നവരൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോൾ ദാ ഒരാളെ അനുനയിപ്പിക്കാൻ ടീച്ചേഴ്സിന്റെ ശ്രമം. നോ രക്ഷ. പുറത്തു നിൽക്കുന്ന അച്ഛനില്ലാതെ അകത്തേക്ക് നഹി എന്ന് പറഞ്ഞ നഹി ഒരേ വാശിയിലാണ് ആശാൻ. ഒടുവിൽ അച്ഛനെ കൂടി അകത്തേക്ക് കടത്തിവിടാൻ അധ്യാപികമാരുടെ സമ്മതം. ചെറിയൊരു ആശ്വാസത്തോടെ അച്ഛന്റെ കൈ മുറുകെ പിടിച്ച് അകത്തേക്ക്. വഴിയിൽ ദാ മന്ത്രിമാമൻ. ആ കുശലം പറച്ചിലൊന്നും ഞാൻ വീഴില്ല എന്നുറപ്പിച്ച് പാതി മനസ്സോടെ മുന്നോട്ട്. മറ്റൊരാൾ അമ്മയെ കാണണമെന്ന വാശിയിൽ ഒരേ കരച്ചിലാണ്. ടീച്ചേഴ്സിന്റെ സമവായ ശ്രമങ്ങളൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. കാറിച്ച തന്നെ കാറിച്ച ഒരൊറ്റ ഡയലോഗ് മാത്രം: എനിക്ക് അമ്മയെ കാണണം. സ്മൈലിയൊക്കെ കയ്യിൽ വാങ്ങിവെച്ചു. പക്ഷെ അമ്മ വരാതെ നോ കോംപ്രമൈസ്. ഒരു കുഞ്ഞു മനസ്സ് വിഷമിക്കുന്നത് കണ്ട ഞങ്ങളുടെ റിപ്പോർട്ടർ ആൻമരിയ പെട്ടെന്ന് കർത്തവ്യ നിരതയായി. മൈക്കുമായി നേരെ മുന്നിൽ. ബൈറ്റും കിട്ടി. വിത്ത് കരച്ചിൽ. അതിങ്ങനെ. ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ. ഒടുവിൽ അമ്മ വന്ന് ആശ്വസിപ്പിച്ചു. അമ്മ പുറത്തേക്ക് പോയപ്പോൾ ജനലഴികളിലൂടെ വീണ്ടും പുറത്തേക്കായി നോട്ടം. പരിചയക്കാരനൊരു കുട്ടി അടുത്തു വന്ന് വീണ്ടും ആശ്വസിപ്പിക്കൽ തുടർന്നു. ആൾ അതിലൊന്നും ഒതുങ്ങിയില്ല. കരച്ചിലോടെ കരച്ചിൽ. ഈ അമ്മക്കുട്ടിയാണെങ്കിൽ കൊന്നാലും ഞാൻ ഇറങ്ങില്ല എന്ന വാശിയിലാണ്. ഇത്തവണ കടുങ്ങല്ലൂർ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്കുണ്ടായത് സ്പെഷ്യൽ ഭാഗ്യം. വിവിധ രാജ്യങ്ങളിലെ വ്യവസായ പ്രതിനിധികളൊക്കെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാത്തുനിൽക്കുന്ന മന്ത്രി P. രാജീവ് കുട്ടികൾക്കൊക്കെ ഷെയ്ക്ക് ഹാൻഡ് നൽകി തലയിൽ കിരീടമൊക്കെ വെച്ചുകൊടുത്ത് ടാറ്റ പറഞ്ഞു പോകുന്നു. ഇവിടെ എല്ലാവരും രാജകുമാരന്മാരും രാജകുമാരിമാരുമാണ്.
പല തരത്തിലും നിറത്തിലുമുള്ള കിരീടമൊക്കെ വെച്ച് നല്ല ഗമേല്. ചിലർക്ക് ലേശം ഗൗരവമുണ്ടോ? അശോകന് ഗൗരവമാകാമായിരിക്കും. മറ്റു ചിലർ പെട്ടെന്ന് ബഡീസും ബെസ്റ്റീസുമായി ആഗോള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. മാവിൽ നിന്ന് പൊട്ടിച്ചെടുത്ത നല്ല ഫ്രഷ് പച്ചമാങ്ങ, അത് തൊലി കളയാതെ കഷണമാക്കി വാഴയിലയിൽ അല്പം മുളക് പൊടിയും ഉപ്പും ചേർത്തങ്ങോട്ട്. പിന്നെ പുളി, ഉപ്പിലിട്ട നെല്ലിക്ക, ജാതിക്ക, ഇരുമ്പം പുളി. ആഹാ, വായിൽ കപ്പൽ ഓടിക്കാനുള്ള ഒരു കാലത്തെ നൊസ്റ്റാൾജിയ. കൊതിപ്പിക്കുന്ന ആ ദൃശ്യങ്ങളോടെ ലഹരി ഉപേക്ഷിച്ച് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നും എൻജോയ് ചെയ്യണമെന്നും എൻ്റെ ചങ് ഫ്രണ്ട്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്. ടാറ്റാ.